ഹായ്, വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഒരു ഫാമിലി ട്രിപ്പാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫാമിലി ട്രിപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർമാഗ് ഒബ്സർവേറ്ററിയിലാണ് പോയത്. അപ്പം അവിടെയാണ് വന്നിട്ട് ഞങ്ങൾക്ക് ഫാമിലി ട്രിപ്പ് പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റും അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇത് ഫൗണ്ടഡ് ബൈ ആർച്ച് ബിഷപ്പ് റോബിൻസൺ ഇൻ 1790 ആൻഡ് ബിൽറ്റ് ബൈ ആർക്കിടെക്ട് ഫ്രാൻസ് ജോൺസ്റ്റൺ. ഇതൊരു അർമാഗ് ഒബ്സർവേറ്ററി ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ദി എക്സ്പ്ലോറേഷൻ ഓഫ് ദി കോസ്മോസ് സിൻസ് ഇറ്റ്സ് ഫൗണ്ടേഷൻ. ദി ഓൾഡസ്റ്റ് ഒബ്സർവേറ്ററി കണ്ടിന്യൂസ്ലി യൂസ് ഫോർ റിസർച്ച് ഇൻ ദി ബ്രിട്ടീഷ് ഐൽസ്. ഇതൊരു ഒബ്സർവേറ്ററി ആയിരുന്നു പഴയ കാലത്തെ. ഇപ്പോൾ അത് ദ ബിൽഡിംഗ് ഈസ് ഓൾസോ സെർവ്ഡ് ആസ് എ ഹോം ഓഫ് ദി ഡയറക്ടർ ഫോർ 2 centuries. ഇപ്പം പരിപാടിയൊന്നുമില്ല, ഇത് അടച്ചിട്ടേക്കുക. അല്ല, കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ. ഇതെന്തൊരു ഓഫീസ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് ആൻ ഓഫീസ്. ഇത് ഫുള്ള് സോളാറിലല്ലേ പോണേ. ഇവിടെ ഈ അർമാഗ് ഒബ്സർവേറ്ററി വന്ന ശേഷം ഇവിടെ പിള്ളേർക്ക് ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു ഏരിയയിൽ അവരെ കൊണ്ടുപോയായിരുന്നു. അപ്പം അവിടെ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലും ഈ ക്രാഫ്റ്റ് പേപ്പേഴ്സൊക്കെ എല്ലാം കൊടുത്തിട്ട് ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതൊക്കെ എല്ലാം അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ആ റോക്കറ്റും കൊണ്ട് വരുമ്പോൾ അതിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇതിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ആ കാണുന്ന ഒരു ഗ്യാസ് എക്യുപ്മെൻറ്റ്, അതൊരു എയർ കംപ്രസർ പ്രഷറൈസ്ഡ് ഒരു എക്യുപ്മെൻ്റാണ്. അതിലോട്ട് ഈ ഉണ്ടാക്കിയ റോക്കറ്റ് അതിലോട്ട് വെച്ചിട്ട് അവിടെ ഈ പ്രഷറൈസ്ഡ് എയർ ഗ്യാസ് റിലീസ് ചെയ്യുമ്പം പിള്ളേർക്ക് ആ ലിവറെ പിടിച്ചാക്കുമ്പം അത് ലിഫ്റ്റ് ആവും. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ടെക്നിക്കൽ വർക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പം ഇവിടെ ഒരു സ്പേസിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് പറഞ്ഞാൽ ഇതിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തുമാത്രം ടഫാണെന്നാണ് പറയുന്നത് ഈ ഗ്ലൗസ് ഇട്ട് ഒരു വർക്ക് ചെയ്യാൻ. ട്രൈ ഡൂയിങ് സം സിമ്പിൾ ടാസ്ക് വെയറിങ് ദിസ് ഗ്ലൗസ്, ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു വർക്ക് ഇൻ സ്പേസ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ലിവിങ് ഇൻ സ്പേസ്. അപ്പം നമ്മുടെ സ്പേസിൽ എങ്ങനെ നമ്മൾ ഉറങ്ങുന്നത്, സ്പേസ് ഫുഡ്, കീപ്പിംഗ് ക്ലീൻ എങ്ങനെയാണെന്ന് കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ കാണാം. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇവിടുത്തെ ഇൻഫർമേഷൻ കണ്ടിട്ട് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ
നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് നോളജ് നമുക്ക് കിട്ടും. റിയലി ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു സ്പേസ് ആസ്ട്രോനോട്ട് പറയുന്നുണ്ടറിയോ, കണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട്. Astronauts often remark that their favorite part about being in space is the spectacular view of Earth. Being 400 kilometers above Earth gives them a whole new perspective on our home planet. ഇത് റിയലി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ, കുറച്ച് നോളജബിൾ ആവും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന വായിച്ചു പോവുകയാണെങ്കിൽ. ഈ കാണുന്നതാണ് സ്റ്റെല്ലാർ സയൻസ് ലാബ്. ഈ സ്റ്റെല്ലാർ സയൻസ് ലാബിൽ പിള്ളേർക്ക് ഈ ലാബിൽ ഒത്തിരി എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ. ഇത് ഭയങ്കര റിലേറ്റഡ് ടു ഫിസിക്സ് ആണ്. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് പിള്ളേർക്കൊക്കെ അവസരം കിട്ടുന്നുണ്ട് ഈ ആർമ ഒബ്സർവേറ്ററി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോം ഷോയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഡോം ഷോ എന്ന് പറഞ്ഞാൽ ഒരു സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അവർ ഒരു വീഡിയോ പരമായിട്ട് ഈ ഡോമിൻ്റെ മണ്ടയ്ക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മളെ കാണിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്കും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് ഇപ്പോൾ ഈ കാണുന്നതൊന്നും അതിൻ്റെ വീഡിയോ അല്ല, അത് ജസ്റ്റ് അവരൊരു ഇൻഫോർമേഷൻസ് ആണ്. ഓരോ ഷോയുടെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ്. നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഒന്നും എടുക്കരുത്. അപ്പം നമ്മളത് റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇതിന് മുമ്പായിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് അവർ തരുന്നത്. കുറച്ച് ഈ സ്റ്റാർസിനെ കുറിച്ച് ഒരു ഷോ ഉണ്ട്, അതിനെക്കുറിച്ച് ഓരോ ഇൻഫോർമേഷൻസും കാണിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. പക്ഷേ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻഫോർമേഷൻ തരാൻ വേണ്ടി ഈ കാണുന്ന സംഭവങ്ങൾ മാത്രം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ ആ ഡോം ഷോ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സമയത്ത് സൂപ്പറായിട്ട് കാണണം, അടിപൊളിയാണ്, നല്ല അടിപൊളി ഷോയാണ്. അപ്പോൾ അത് കാണേണ്ട തന്നെ, പിള്ളേർക്കൊരു ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ ടെലിസ്കോപ്പ് കാണാൻ പോവുക. ടെലിസ്കോപ്പ് കാണാൻ വേണ്ടിയുള്ള ഇവിടെ ഈ ടെലിസ്കോപ്പ്, വലിയ ടെലിസ്കോപ്പ്, അതിൽ കൂടുതൽ കാണാൻ വേണ്ടി പോവുക. അപ്പോൾ വീൽ ഗോതെ റോക്കറ്റ് ചിപ്പ്. ഇതെന്തുവാ ഒന്നും അറിയത്തില്ല. ടെലിസ്കോപ്പ് കാണാൻ ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഭയങ്കര സംഭവമാണല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതെന്താണ് തറയിലിങ്ങനെ, ഇതിനെക്കുറിച്ച് എന്തോ സംഭവമുണ്ട്. Jupiter 220. Look, but there's a sun in the telescope. Huh? There's a sun in the telescope. Yeah, really? Okay, let's see. ഇവിടെ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പിലൊരു ടെലിസ്കോപ്പാണ് അവിടെ കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സണ്ണിനെ ഡയറക്റ്റായിട്ട് കാണാമെന്നുള്ള അതാണ് ഇവിടെ കാണിക്കുന്നത്. ഹലോ യുവ, ഞങ്ങൾ പ്ലാനറ്റിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി അങ്ങോട്ട് കയറുവാണ്.
Yeah, well, Herschel is it would be a little bit older than that, so that's another century if you start. late 1700s. Yeah. When Herschel was still around. Yeah. And actually, his discovery of Uranus in 1781 is one of the reasons that astronomy was very popular, and probably one of the reasons why the artificial 142 years old ടെലിസ്കോപ്പ് ഇവിടെ കാണുന്നു. 142 years old ആണ്. And we have the King's Dust for information location. It's in storage under lock and key and code and climate control. It's a very fancy dust. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇവിടെ കത്തീഡ്രൽ ഗാർഡൻസ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇതാണ് കത്തീഡ്രൽ. ഉണ്ടോ? ഇതാണ് കത്തീഡ്രൽ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളിലേക്കും പോവാം. ഓക്കെ, കത്തീഡ്രലിൻ്റെ പരിസരവാസമാണ് ഇത്. ഇവിടെ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് കത്തീഡ്രൽ, വലിയൊരു കത്തീഡ്രലാണ്. ഇവിടെ ഇവ ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ പതുക്കെ പോ. ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ പരിസരവാസമൊക്കെ കാണാം. പക്ഷെ നല്ല ബ്യൂട്ടിയാണ്, നല്ല ബ്യൂട്ടി ഏരിയ. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ പേരെന്ന് പറയുന്നത് സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രലാണ്, ചർച്ച് ഓഫ് അയർലൻഡ്. അപ്പം ഇത് ഈ ബിൽഡിങ് കമ്മീഷൻ ചെയ്തത് 12 ദ പ്രസൻറ്റ് ബിൽഡിംഗ് ഡേറ്റ്സ് ഫ്രം 12,060. ഇത് 1268 ഈ ബിൽഡിംഗ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിന് റീഫർബിഷ്മെൻ്റ് ഒക്കെ ചെയ്ത് എന്നിട്ട് ഓപ്പൺ ചെയ്ത് 1830s. അതാണ് ഇവിടെ പറയുന്നത്. ഉള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പം ആപ്പിൾ തോട്ടത്തിലോട്ട് നമുക്ക് പോവാം. ആപ്പിൾ തോട്ടം ഇങ്ങനെ ഈ വഴികൾ അങ്ങോട്ട് പോകുന്നു. ആപ്പിൾ തോട്ടം അതാണ് പള്ളി. പള്ളിയുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നത്. ഇതാണ് ഗാർഡൻ, കത്തീഡ്രൽ ഗാർഡൻസ് ആണ് അതിൻ്റെ പേര്. എൻ്റെ സൈഡിൽ തന്നെ ആപ്പിൾ തോട്ടമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണാം. അത് മുന്തിരിയല്ല, അത് മണി പ്ലാന്റ് ആയിരിക്കും. ഇത് മുന്തിരിയാ. ഇതൊരു മുന്തിരി വള്ളി. ഇത് കണ്ടോ, ആപ്പിൾ മരമാണ്. ആപ്പിൾ പിടിച്ചേക്കുന്നുണ്ടോ? ഇതൊന്നും ആയില്ല, ഇനി ഇത് ടൈം എടുക്കും ആപ്പിൾ മരമൊക്കെ ആയി വരാൻ. ഓക്കെ, ആപ്പിൾ മരം ഉണ്ടോ? ഇതാണ് ആപ്പിൾ മരം. കണ്ടോ? ഇവിടെ ഇച്ചിരി വലിയൊരു ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ചുമന്നിട്ടില്ല. ആപ്പിൾ എന്തേ? അതെല്ലാം ആയെങ്കിൽ കൊണ്ടുപോകാമായിരുന്നല്ലേ? ഇത് കൊള്ളാമല്ലേ? പിയർ. ഓ, ഇത് കണ്ടോ? ഇതാണ് പേർ മരം. ഇവിടെ ജസ്റ്റിന് എന്തോ കാണിക്കുന്നുണ്ടല്ലോ. എന്തുവാടാ അത്? കണ്ടോ പേർ മരം? കണ്ടോ? ഇഷ്ടംപോലെ പേരുണ്ടായിട്ടുണ്ട്. കണ്ടേ? ഇത് ആപ്പിൾ ഉണ്ട്. ഇവിടെ ആപ്പിളാണ്, ആപ്പിൾ മരം. ഇത് ചെറിയ ആപ്പിളായിരിക്കും അല്ലേ? ചെറിയ ടൈപ്പിൽ ആപ്പിൾ വരുന്നതായിരിക്കും. ഇതുണ്ടോ? ഈ ആപ്പിൾ ചെറിയ ടൈപ്പിൽ ആപ്പിളാണ്. കണ്ടോ? ഇതൊരു ചെറിയ ടൈപ്പ് ആപ്പിൾ, ഇത് വലിയ ടൈപ്പ് ആപ്പിൾ. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ആപ്പിളാണ്, ആപ്പിൾ മരമാണ്. കണ്ടോ? ഇത് കണ്ടോ? ഇത് ഒരു വേറൊരു ടൈപ്പ് ആപ്പിളാണേ. ഇത് ചെറിയ ആപ്പിൾ മരമാണ് അല്ലയോ? ചെറിയ ആപ്പിളല്ലേ? കൊള്ളാമോ ഇത്? ടേസ്റ്റ് ഉണ്ടോ? നല്ലതല്ലോ. നല്ല ആപ്പിളാട്ടോ, ചെറിയ ആപ്പിൾ, നല്ല മധുരമുണ്ട്. നല്ല ആപ്പിളാ.
ആപ്പിൾ കഴിച്ചു. ആപ്പിൾ ടേസ്റ്റിംഗ് ആണ്. സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എൽദോസേ നല്ല മധുരമില്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ട് ഇവിടെ വേറൊരു ആപ്പിൾ. ഇത് ചെറിയ ആപ്പിളാണ്, കണ്ടോ, ചെറിയേ ഉള്ളൂ. കണ്ടോ ആപ്പിൾ, ചെറിയ ആപ്പിൾ എന്നാണ്, കണ്ടോ ചെറിയ ആപ്പിൾ. കണ്ട് ഇവിടെ ഒരു ഫ്രൂട്ടുണ്ട്, പക്ഷേ ഇത് എന്തോ ഒന്നും എനിക്കറിയത്തില്ല. ഇത് അത്തിപ്പഴമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, പക്ഷേ ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അത് കണ്ടു. ഇത് വേറൊരു ടൈപ്പ്, പല ടൈപ്പുള്ള ആപ്പിൾസാണ്, മിക്സ്ഡ് ആപ്പിൾ ട്രീസാണ് ഇവിടെ ഉള്ളത്. കണ്ടോ ഇവിടെ വേറെ ആണ്. വലിയ റോസ്, വലിയ റോസാപ്പൂ. ഇത് നല്ലതാണ്. ഇതിൻ്റെ പൂവുണ്ട്, വലിയ പൂവ്, രസമുണ്ട്. ഇതാണ് പാർട്ടറി ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ. പിന്നെ അടുത്ത ഗാർഡനിലോട്ട് പോവാം. ഇതാണ് പാർട്ടി. ഓ ഇത് കണ്ടോ, അടിപൊളി. ഇത് ഈ പൂവുണ്ടോ, സൂപ്പർ പൂവ്. എന്തോ രസമെന്ന് നോക്കിയേ. അയ്യോ ഇത് കണ്ടോ, എന്തോ രസമെന്ന് നോക്കിയേ. ഇതിൻ്റെ പൂവ് അടിപൊളി പൂവ്. പക്ഷെ ഇത് കണ്ടോ, എന്തോ റെഡാന്ന് നോക്ക്. ഈ ഫുൾ ഇത് ഉണ്ട്. ഇവിടെ വേറൊരു ടൈപ്പ് റോസ് ചെടി. ഇത് പല കളറിലെയാണ്. ഗാർഡനാണ് ഇത്, ഫുൾ ഗാർഡൻ. ഇവിടെ ഒരു റോസ് ഗാർഡൻ സോറി, ഇത് റോസാപ്പൂ, റോസ് പ്ലാന്റ്. എന്തോ ഓക്കെ. ഇനി നമ്മൾ ഇതെന്തോ അടുത്ത ഗാർഡൻ്റെ പേര് കണ്ടംപ്ലേറ്റീവ് ഗാർഡൻ. ഇത് കണ്ടംപ്ലേറ്റീവ് ഗാർഡനാണ്. ഇത് ചുമ്മാ, ഇത് കണ്ടംപ്ലേറ്റീവ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വെറുതെ ഒരു ഗാർഡൻ വെച്ചിരിക്കാം. അതാണ് കണ്ടംപ്ലേറ്റീവ് ഗാർഡൻ. ഓ ഇനിയുണ്ട്. ഓ അത് പൂട്ടിയിട്ടേക്കുക. ഓ ട്രാൻസിഷൻ ഗാർഡൻ. ഓക്കെ, ഇതാണ് കണ്ടംപ്ലേറ്റീവ് ഗാർഡൻ. മുന്തിരിക്കൊല ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. മുന്തിരിക്കൊല കിടക്കുന്നുണ്ടോ? മുന്തിരിക്കൊല ഈ ഗാർഡനിൽ ഉണ്ടാകുന്ന മുന്തിരി ഇതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഗാർഡനിൽ. നമ്മൾ പിള്ളേരെയും കൊണ്ട് പാർക്കിൽ പോവാം. ഇതാ കത്തീഡ്രലിൻ്റെ ഉൾവശമാണത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ എന്തോ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കണ്ടു, ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി. അവിടെ ഈ കാണുന്ന സ്റ്റാച്യൂവിൽ ചില പ്രധാനപ്പെട്ട ബിഷപ്പ്മാരെയൊക്കെ അതിൻ്റെ ഉള്ളിലാണ് അടക്കി വയ്ക്കുന്നതാണെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ കാണുന്ന ബിഷപ്പിനെയോ അല്ലെ ബിഷപ്പിനെ അടക്കിയൊക്കെ ഉണ്ടാകത്താണെന്ന് പറയുന്നത്. പുള്ളിയുടെ സ്റ്റാച്യൂവും വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ.
ഹായ്, ഞങ്ങൾ ഫാമിലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒന്ന് ചേഞ്ച് ചെയ്തു, ഫ്രഷായിട്ടൊന്ന് ചേഞ്ചൊക്കെ ചെയ്ത്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി എല്ലാവരും കൂടെയാണ് ഞങ്ങൾ പോയത്. നല്ലൊരു ട്രിപ്പായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് my videos. And that's it for today, and see you then. Until then, this is Robin signing off.